ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിലെ നോർമലി ഉള്ള വീഡിയോസ് പോലെയല്ല. ഞാൻ ഓൾറെഡി നമ്മുടെ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച എന്നൊക്കെ പറഞ്ഞ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ. പക്ഷേ ഞാൻ സ്കെഡ്യൂളൊക്കെ ഓഫ് ചെയ്തിട്ടു, ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിനെ പറ്റിയൊരു മാനസികാവസ്ഥ തിരികെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ന്യൂസ് തുറന്നാലും നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഓപ്പൺ ചെയ്താലും നമ്മൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ്. അത് 2018 പ്രളയകാലത്തും അതുപോലെ തന്നെ അതിനു മുന്നേ നമ്മളെ ബാധിച്ചിട്ടുള്ള കോവിഡ് മഹാമാരി കാലത്തൊക്കെ അതിന് ആ സമയത്ത് അതിൻ്റെ വോളണ്ടിയറായിട്ടും അതിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെ കൂടെയൊക്കെ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് തീരെ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും റെഗുലറായിട്ടും അതുപോലെ തന്നെ ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ നമ്മളൊരു മോണിറ്റൈസേഷൻ അറ്റത്തേക്ക് എത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്നലെ കേട്ടൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനും എനിക്ക് മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ അറ്റത്തെത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ പോട്ടെ, നമ്മളെല്ലാം കഴിഞ്ഞുപോയ മഹാമാരി കാലത്തെല്ലാം നമ്മൾ ഒരുമിച്ച്, കേരളം മലയാളികൾ ഒരുമിച്ച് അതിജീവിച്ച ഒരു ചരിത്രം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളും ഇതിനെ മറികടക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളും. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്ന് കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം അതുപോലെ തന്നെ എനിക്കറിയുന്ന കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് ഈ സമയത്ത് അത്യാവശ്യമാണെന്ന് എനിക്ക് കൂടി തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CMDRF എന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഫണ്ടാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടിനും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും മറ്റുമായിട്ടുള്ള വിനിയോഗിക്കേണ്ട ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാറി മാറി ഭരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ചരിത്രം അനുസരിച്ച് ഇടതും വലതും മാറി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ല ഈ ഫണ്ടും അതുപോലെ തന്നെ ഈ ഫണ്ട് കിടക്കുന്ന അക്കൗണ്ടും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന CMDRF എന്ന് പറയുന്ന ഈ അക്കൗണ്ടിന്റെ അധികാരം, അല്ലെങ്കിൽ അത് ആ അക്കൗണ്ടിന്റെ ഹോൾഡർ എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രിൻസിപ്പൽ ഫൈനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി വഹിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, CMDRFന്റെ അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഫൈനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി അല്ലെങ്കിൽ പദവിയിൽ ഇരിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ് CMDRFന്റെ അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അക്കൗണ്ടിന്റെ അക്കൗണ്ട് ഹോൾഡർ അദ്ദേഹമാണെങ്കിൽ കൂടിയും ഈ അക്കൗണ്ടിന്റെ വിനിയോഗം അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്നത് അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക ഇഷ്യൂ ചെയ്യുന്നതിനോ വിഡ്രോ ചെയ്യുന്നതിനോ ഒക്കെ ഉള്ള അധികാരം ഈ പറയുന്ന ഫിനാൻസ് സെക്രട്ടറിക്കല്ല, അത് റവന്യൂ സെക്രട്ടറിക്കാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റവന്യൂ സെക്രട്ടറിക്കാണ് ഈ പറയുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത്. പക്ഷേ റവന്യൂ സെക്രട്ടറിക്ക് ഇതിനുള്ള അധികാരം ഉണ്ടെങ്കിൽ കൂടിയും ഫിനാൻസ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. വളരെ സുതാര്യമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് CMDRF എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിലേക്കാണ് ഈ കേരളം ഈ സംസ്ഥാനം വളരെ വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ മഹാദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഈ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള മനുഷ്യരാണ് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് പാർട്ടി ഫണ്ടാണ്, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും വകമാറ്റി ചെലവാക്കുന്ന ഫണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള നവമാധ്യമങ്ങളിലെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലെയും പ്രചരണം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിലവിൽ വയനാട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. നമ്മളെല്ലാവരും ടൂർ മറ്റ് പോകുന്ന സ്ഥലമാണ് ഈ വയനാട് എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളെ നമുക്ക് സാധാരണ അവിടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ആ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇന്ന് നാമാവിശേഷമായി
പോയിട്ടുള്ളത്. അതിൻ്റെ സ്ഥലം നാമാവശേഷം ആവുക എന്നതിലപ്പുറം ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഉറ്റവര്, ഉടയവര്, അതുപോലെ തന്നെ മക്കൾ, അച്ഛൻ, അമ്മ, ഇങ്ങനെ കുറേ സ്വന്തക്കാരെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ജീവിതം വീണ്ടും റീബിൽഡ് ചെയ്യണം. ആ റീബിൽഡിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അന്വേഷിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ മലയാളികളെ കണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെറും പൊളിറ്റിക്സിന്റെ ഭാഗം മാത്രമായിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇടരുത്, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പടച്ചുവിടുന്നത്? ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ സൈഡിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് 2018 പ്രളയം വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ SFIയുടെ പ്രവർത്തിക്കണം ക്യാമ്പസിലും, അതുപോലെ തന്നെ നാട്ടിലെ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പല വീടുകളും വൃത്തിയാക്കാനും അതുപോലെ തന്നെ മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിൽ വോളണ്ടിയറായിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ആരോഗ്യ സ്ഥിതി കാരണം എനിക്കിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അതിൻ്റെ വേദന നല്ലപോലെയുണ്ട്. കാരണം ഞാനത് ആ സമയത്ത് ആ മനുഷ്യരുടെയൊക്കെ ബുദ്ധിമുട്ട് എന്താ എന്നുള്ളതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഇന്നും എനിക്കതിൻ്റെ അവരുടെ കൂടെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ പോത്തുകല DYFIയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള വലിയ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പ്രവർത്തിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യം കൊണ്ട് അതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് അതിന് സാധിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ CMDRFലേക്ക് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള സഹായം നമ്മൾ ചെയ്യാം. ഇപ്പോൾ DYFI 25 വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് അതിരൂപത ഈ പറഞ്ഞതുപോലെ തന്നെ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് അതിരൂപത എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഞാൻ ഇതിൽ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, അതാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് വീണ്ടും വയനാടിനെ പഴയ വയനാടാക്കി എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു സഹായം ആ നാടിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ CMDRFലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു തുക സംഭാവന ചെയ്യണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷെ അതിനെതിരായിട്ടുള്ള ഇങ്ങനത്തെയുള്ള കമന്റുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള മോശമായിട്ടുള്ള സന്ദേശങ്ങളും കൊടുത്തുകൊണ്ട് ആ സാധു മനുഷ്യർക്ക് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന തുക 10 രൂപയാണെങ്കിൽ തീർച്ചയായും ആ 10 രൂപ കൊടുക്കണം. 10 രൂപ പോയിട്ട് ഒരു രൂപ നാണയം പോലും കയ്യിലെടുക്കാനില്ലാത്ത മനുഷ്യരാണ് ഇന്ന് വയനാട്ടിൽ മേപ്പാടിയിലും അതുപോലെ തന്നെ അതിന്റെ സമീപ പ്രദേശങ്ങളിലുമുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സന്ദേശങ്ങളിൽ വീണു പോവാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള മെസ്സേജുകളൊന്നും വീണു പോവാതെ കൃത്യമായി നമുക്ക് കിട്ടുന്ന തുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തുക മുഖ്യമന്ത്രിയുടെ CMDRFലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയാണ്, മുഖ്യമന്ത്രിയുടെ CMDRF അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ആ അക്കൗണ്ട് വളരെ സുതാര്യമാണ്. 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പർ മേടിച്ചിട്ട് ഇന്ത്യൻ നിയമപ്രകാരമുള്ള നമുക്ക് വിവരാവകാശ കമ്മീഷനിൽ നമുക്ക് ഇതിന്റെ ട്രാൻസാക്ഷൻസും രേഖകളും ഒക്കെ എടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിൽ നിന്ന് ആരും കൈയിട്ട് വാരികയോ അല്ലെങ്കിൽ അഴിമതി നടത്താൻ ഒന്നും സാധിക്കാത്തൊരു അക്കൗണ്ടാണ് CMDRF അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ വക മാറ്റി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ പറയുന്ന സർക്കാരുകൾ ജനങ്ങളോട് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സുതാര്യത എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ മറ്റൊരു കണക്കും കൂടി നിങ്ങളോട് പറയാം. COVID-19 എന്ന് പറയുന്ന മഹാമാരി നമ്മളെ എല്ലാവരും ബുദ്ധിമുട്ടിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുക 1129.74 കോടി രൂപയാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ വന്ന തുകയിൽ നിന്ന് വിനിയോഗിച്ച തുക എന്ന് പറയുന്ന 1111 രൂപ 0.15 കോടി രൂപയാണ്. അതായത് വന്നതിൽ നിന്ന് ഇത്രയും തുക വിനിയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് 2018ലെയും 2019ലെയും പ്രളയകാലത്ത് 4970.29 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 4738 കോടിയോളം വിനിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള കണക്കുകളുള്ള ഒരു അക്കൗണ്ടാണ് CMDRF എന്ന് പറയുന്നത്. നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുഴുവനായിട്ടുള്ള ലിസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കമന്റ്,
മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത് വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് വന്നതിൻ്റെ തൊട്ട് താഴെ ഇന്നലെ ഒരു കമൻറ്റും കൂടി കാണുകയുണ്ടായി. എൻ്റെ കിഡ്നി മാറ്റിവെക്കലിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് 2.5 ലക്ഷം രൂപ എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ട് അറിയാത്ത കാര്യം നിങ്ങൾ പറയരുത്, സഹായം കിട്ടുന്നവർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ സഹായം ലഭിച്ചൊരു മനുഷ്യൻ വന്ന് കമന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടിനകത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ തരത്തിലേക്കുള്ള വലിയ ഫ്രോഡ് മെസ്സേജുകളും നമ്മളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന മെസ്സേജുകളും നമ്മുടെ നാടിനകത്ത് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിലൊന്നും ചെന്ന് വിടരുത്. നമ്മുടെ കയ്യിൽ 10 രൂപയാണ് ഉള്ളതെങ്കിൽ ആ 10 രൂപ എന്തായാലും നിങ്ങൾ കൊടുക്കാൻ മനസ്സുള്ളവരെന്ത് ചെയ്യണം, ആ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കുക. അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നടക്കുള്ളൂ. അല്ലെങ്കിൽ SBIയിൽ പോയി നേരെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തു പോകുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വയനാട്ടിലെ ഈ ദുരന്തം എന്ന് പറയുന്നത് അതൊരു മഹാദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ മുഖത്ത് ഇങ്ങനെ കണ്ണും കാതുമൊന്നും ഇല്ലാതെ ഇങ്ങനെ പതച്ചു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ. അവരെ നമുക്ക് സഹായിക്കണമെങ്കിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ നേരിട്ട് കൊണ്ട് ആരെടുത്താൽ കൊണ്ടുകൊടുക്കുക? ഈ പറയുന്ന ആരെങ്കിലും കയ്യിൽ നമുക്കിത് കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഒരു ചെറിയ അപകടമല്ല, ഒരു വലിയ അപകടമാണ്. ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കിയ, അല്ലെങ്കിൽ ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കിയ ഒരു അപകടമാണ്. അതേ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് CMDRF തട്ടിപ്പല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ഫഹദ് ഫാസിൽ, നസ്രിയ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ രശ്മിക മന്ദാന തുടങ്ങിയ, അല്ലെങ്കിൽ ജ്യോതിക, സൂര്യ, കാർത്തിക് തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു അഴിമതി നടക്കുന്ന ഫണ്ടാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ നമ്മൾ ഫണ്ട് കൊടുക്കും. അതുപോലെ തന്നെ കല്യാണരാമൻ സാറ്, യൂസഫ് അലി സാറ്, അതുപോലെ തന്നെ രവി പിള്ള സാറ് തുടങ്ങി അദാനി പോലെയുള്ള ആളുകളൊക്കെ 5 കോടിയോളം രൂപയാണ് ഓരോരുത്തരും കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും ആയില്ല. അവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ ഇപ്പോൾ TV കൂടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഒന്നുമല്ല ആ മനുഷ്യരെ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ. പക്ഷേ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പറ്റുന്ന സഹായങ്ങൾ ഇത്തരത്തിൽ ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് സന്നദ്ധ സംഘടനകളൊക്കെ വന്നിട്ട് പുതിയ ഡ്രസ്സുകളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊടുക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവരെ സഹായിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പഴകിയ വസ്ത്രങ്ങളും പെട്ടെന്ന് നാശമാവുന്ന ഭക്ഷ്യസാധനങ്ങളും കൊടുക്കാതിരിക്കുക. കാരണം അവർക്ക് കുറച്ചു കാലം കീപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ദുരിതാശ്വാസ ക്യാമ്പിൽ വോളണ്ടിയർ ആയിട്ട് നിന്നിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. സാനിറ്ററി പാഡിന്റെ ഒരു അത്യാവശ്യം ഇത്തരം ക്യാമ്പുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്നുമില്ലാതെ ജീവനം കൊണ്ട് ഓടിയ മനുഷ്യരാണ്. അവർക്ക് നമ്മൾ ഇട്ട് പഴകിയതോ അല്ലെങ്കിൽ ഉപയോഗിച്ച് ബാക്കിയായ സാധനങ്ങളൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ സാനിറ്ററി പാഡുകൾ, സ്നഗ്ഗീസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പൈസയായിട്ടല്ല, ഇങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും സന്നദ്ധ സംഘടനകളൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും, അവരെടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൽ ഹെൽപ്പ് നമ്മൾ ചെയ്യുക. CMDRF ഒരിക്കലും ഒരു തട്ടിപ്പല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വയനാട്ടിലെ നമ്മുടെ കൂടപ്പിറപ്പുകളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള കൈകോർക്കലിൽ നമുക്കും കൂടെ ചേരാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വരും എന്നൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനി ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കൂടി നമുക്ക് കരുതാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ വ്യൂസ് കൂടാനോ വേണ്ടി പറയുന്നില്ല. ആർക്കെങ്കിലും ഒക്കെ ഒരു സഹായമായാലോ നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ട് എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ പറ്റാവുന്നിടത്തോളം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം.